ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണല്ലേ. പ്രാർത്ഥിക്കാത്തവർ ഈ ലോകത്ത് ആരുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ചില സഹോദരന്മാരും സഹോദരിമാരും ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ 3 നേരം പ്രാർത്ഥിക്കും. ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരാത്തതെന്ന് പലതവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ദൈവത്തിനൊരു സമയമുണ്ട് ദൈവ പൈതലേ. നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേട്ടുകൊണ്ടിരിക്കുകയെന്ന് മറുപടി കിട്ടാത്തപ്പോൾ നമ്മൾ വിചാരിക്കാം മതി, ഈ പ്രാർത്ഥനയൊക്കെ അങ്ങ് നിർത്താം. പ്രാർത്ഥന മടുത്തു പോകരുത്, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കത്തില്ല ദൈവം നമുക്ക് മറുപടി തരുന്നത്. മറുപടി ലഭിച്ചില്ല എന്ന് ചില സമയങ്ങൾ വന്നേക്കാം. നല്ല മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ദൈവം പറയുന്നത് ഭാരപ്പെടരുത്. താമസിച്ചാലും ലഭിക്കുവാനുള്ള മറുപടിയുടെ വിടുതൽ നീ ആഗ്രഹിച്ചതിലും അപ്പുറമായിരിക്കും. അന്ന് നമ്മളെല്ലാവരും സന്തോഷിക്കും. നമുക്ക് മറുപടി കിട്ടാത്ത സമയത്ത് നമ്മൾ മുഴങ്കാലം മടക്കി കണ്ണുനീരോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചു ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. തീർച്ചയായും ഈ 2026 നിങ്ങൾക്ക് തമ്പുരാൻ മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെല്ലാവരോടും പറയുന്നത് ഇത് മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോട് പറ്റിയിരിക്കണം. ഓരോ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതും ദൈവത്തോട് പറ്റിയിരിക്കാനാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ സഹായിക്കട്ടെ. ദൈവം ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവും തരട്ടെ. ആമേൻ.